അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഫെമിലിയർ ആയിട്ടുള്ള സാധനം തന്നെ. You have to prove that spring force is conservative. Spring force conservative ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ അവിടെ എന്താണ്? വർക്ക് ഡിപ്പെൻസ് ഓൺ ഇനീഷ്യൽ പൊസിഷൻ ആൻഡ് ഫൈനൽ പൊസിഷൻ ഓൺലി എന്നുണ്ടെങ്കിൽ കൺസർവേറ്റീവ് ആണ്. അപ്പോൾ നമുക്ക് കഥകൾ തുടങ്ങാം. So you consider your spring. Okay. Then its other end is connected to what? Mass. This end is connected to a vertical wall. Okay. Initial position 0. No problem. Apply a force. You apply a force. What is the force applied? F. So this mass will reach this new position. Okay. Then see, applied force is directly proportional to x. Okay. Then F is equal to what? Kx. ഇതെല്ലാം നമുക്കറിയാം. Then when you apply a force in this direction, spring will exert an equal force in the opposite direction. It is called a spring force. Am I right? So F and Fs are equal and opposite. Am I right? Then അപ്പം ഞാൻ കൊടുത്ത ഫോഴ്സാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അടുത്ത് വർക്ക് ഡൺ. ഞാൻ നേരത്തെ പറഞ്ഞ അതേ രീതിയിൽ ഞാൻ എഴുതുകയാണ്. വർക്ക് ഡൺ ബൈ എക്സ്റ്റേണൽ ഏജൻസി. എക്സ്റ്റേണൽ ഏജൻസി ചെയ്യുന്ന വർക്ക് കണ്ടുപിടിക്കാം. നിങ്ങൾ തന്നെ പറയൂ, വർക്ക് എങ്ങനെ കണ്ടുപിടിക്കും? വർക്ക് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഐ എക്സ് എഫ്, പെട്ടെന്ന് പറ, എഫ് ഡോട്ട് അല്ലെങ്കിൽ എഫ് ഡി എക്സ് എന്ന് വിളിക്കാം. ഓക്കെ. അപ്പോൾ വർക്ക് ഞാൻ എഴുതുന്നു, നോക്കൂ. ഈ വർക്ക് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ എക്സ് ഐ എക്സ് എഫ്. പറയൂ, ഇവിടുത്തെ എഫിൻ്റെ വാല്യൂ എത്രയാണ്? വാട്ട് ഈസ് എഫ്? കെ എക്സ് എന്നാണ്. ഇപ്പോൾ കെ എക്സ് എന്നാണ്, ഡി എക്സ് എന്നാണ്. ഇനി ഇപ്പോൾ വർക്കിൻ്റെ ആൻസർ പറയൂ. ഫൈനൽ ആൻസർ ഇപ്പം അങ്ങോട്ട് ചെയ്തതേ ഉള്ളൂ. കെ പറഞ്ഞോ, ഇൻ്റഗ്രൽ എക്സ് ഐ ടു എക്സ് എഫ്. നിങ്ങളെ വേറൊരു മെത്തേഡ് പഠിപ്പിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഈ മെത്തേഡിൽ തന്നെ നമുക്ക് ചെയ്യാമെന്നുള്ളേ ഉള്ളൂ. ബാക്കി എക്സ് ഡി എക്സ് എന്നാണ്. സോ വർക്കിൻ്റെ ആൻസർ പെട്ടെന്ന് പറയൂ. കെ പെട്ടെന്ന് പറ, എക്സ് സ്ക്വയർ ഡിവൈഡഡ് ബൈ 2, ദെൻ എക്സ് ഐ ടു എക്സ് എഫ് എന്നാണ്. ഇനി 2 എടുത്ത് വെളിയിൽ വെച്ചു. വർക്ക് ഈസ് ഈക്വൽ ടു കെ ബൈ 2. പെട്ടെന്ന് പറയൂ. എക്സ് സ്ക്വയർ ദെൻ എക്സ് ഐ ടു എക്സ് എഫ്. ദെൻ സി വർക്ക് ഈസ് ഈക്വൽ ടു, പെട്ടെന്ന് പറയാമല്ലേ, വർക്ക് ഈസ് ഈക്വൽ ടു പറയൂ കെ ബൈ 2 കെ ബൈ 2 xf square minus xi square. This is a work done by the external agency. Am I right? This is a work done by the external agency. Then what will be the work done by the spring? Work done by the spring will be opposite to this. See, it is negative k by 2 into xf square minus xi square. Am I right? ഇത്ര എഴുതി. ഇനി ഈ ഇക്വേഷൻ നോക്കൂ. The work done by the spring depends on initial position and final position only. ആണല്ലോ? ആണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടെ ഇവിടെ പറഞ്ഞേക്കാം. നമ്മുടെ ഇവിടെ ഈ നോക്കൂ, ഈ ഇവിടെ നിന്ന് ഇങ്ങനെ വലിക്കുന്ന സമയത്ത് സ്പ്രിംഗ് ഫോഴ്സ് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യും. ആക്ട് ചെയ്തിട്ട് ഈ സാധനം, ഈ ബോഡി ലാസ്റ്റിൽ ഇനീഷ്യൽ പൊസിഷനിലേക്ക് മടങ്ങി വരും. സോ ബോഡി ഈസ് റിട്ടേണിംഗ് ബാക്ക് ടു ദ initial position due to the effect of spring force. So initial position and final position are same because your body is returning back to the same position. See, what will be the answer of work done by spring? ഇത് രണ്ടും സെയിം ആണെങ്കിൽ ആൻസർ ഓഫ് വർക്ക് ഈസ് 0. അപ്പോൾ what is the work done by spring? സ്പ്രിംഗ് ചെയ്ത വർക്ക് എത്രയാ? സ്പ്രിംഗ് ഫോഴ്സ് ചെയ്ത വർക്ക് എത്രയാ? 0. അപ്പോൾ ഇവിടെ നമ്മൾ ബോഡി മൂവ് ചെയ്തു, എന്നിട്ട് തിരിച്ച് പഴയ പൊസിഷനിലേക്ക് വന്നു. അപ്പോൾ ഒരു ക്ലോസ്ഡ് പാത്തിൽ മൂവ് ചെയ്തു എന്ന് പറയാം. ക്ലോസ്ഡ് പാത്തിൽ ചെയ്ത വർക്കിൻ്റെ ആൻസർ 0 ആണെങ്കിൽ അവിടുത്തെ കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരിക്കും. മനസ്സിലായില്ല? നമ്മുടെ ബോഡി ആദ്യം ഒരു സ്ഥലത്ത് ഇരുന്നില്ലേ, എന്നിട്ട് അത് വലിഞ്ഞ് വേറെ സ്ഥലത്ത് പോയില്ലേ, അത് കഴിഞ്ഞിട്ട് അതിനെ തിരിച്ച് സ്പ്രിംഗ് ഫോഴ്സ് കാരണം ആ ബോഡി പഴയ പൊസിഷനിലേക്ക് വന്നല്ലോ. അപ്പോൾ ബോഡി മൂവ് ചെയ്ത ഒരു ക്ലോസ്ഡ് പാത്തിലല്ലേ. അപ്പോൾ ക്ലോസ്ഡ് പാത്തിൽ ചെയ്ത വർക്കിൻ്റെ ആൻസർ എത്രയെന്നാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത്? 0 ആണെങ്കിൽ ഓർത്ത് വയ്ക്കണം, അവിടെ ആക്ട് ചെയ്തത് ഡെഫിനറ്റ്ലി കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരിക്കും. എന്തായിരിക്കും? കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരിക്കും. ഒരു ക്ലോസ്ഡ് പാത്തിൽ ഒരു ബോഡി മൂവ് ചെയ്തു, ആ സമയത്തുള്ള വർക്കിൻ്റെ ആൻസർ 0 എന്നാണ് കിട്ടിയത് എങ്കിൽ അവിടെ ആക്ട് ചെയ്തത് കൺസർവേറ്റീവ് ഫോഴ്സ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ വർക്ക് ഡൺ ബൈ സ്പ്രിംഗ് ഈ 0 എന്നെഴുതിയാൽ നമ്മുടെ ആൻസർ കിട്ടിക്കഴിഞ്ഞു. സ്പ്രിംഗ് ചെയ്ത വർക്ക് എന്താ? സ്പ്രിംഗ് ആണ് അവിടെ ഫോഴ്സ് കൊടുത്തത്. അപ്പോൾ സ്പ്രിംഗ് ഫോഴ്സ് ഒരു വർക്ക് ചെയ്തു. അപ്പോൾ ഈ ഫോഴ്സ് എന്ന് പറയുന്നത് കൺസർവേറ്റീവ് ഫോഴ്സ് ആണ്. പ്രൂവ് ചെയ്തു. അപ്പം മനസ്സിലാവായികയില്ലെന്ന് തോന്നുന്നു. പഴയ സ്റ്റെപ്പുകൾ തന്നെ, ബോറടിക്കരുത്.
പഴയ സ്റ്റെപ്പുകൾ തന്നെ എഴുതിയാണ് ഞാൻ ചെയ്യുന്നത്. നിങ്ങളുടെ നോട്ടിൽ സ്ലൈറ്റ് ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാനാണ് ഞാൻ പഴയ സ്റ്റെപ്പുകൾ തന്നെ പറഞ്ഞത്. ഒന്നും കൂടെ ഞാൻ സ്റ്റാർട്ടിംഗ് കൊണ്ട് പറയാം. സോ you are going to prove that spring force is conservative. So listen properly. Consider a spring whose one end is attached to a vertical wall. The other end is attached to a body of mass m. The initial position is taken as 0. A force is applied to the mass. Okay, the body gets a displacement x. Then spring will exert an equal force in the opposite direction. It is Fs. Here F and Fs are equal and opposite. ഇത്രയും മനസ്സിലായി. Then what is the work done by the external agency? What is the work done by external agency? Work done is equal to integral xi to xf f dx. No problem. Then എല്ലാ കഥകളും പറയും. F proportional to x in this situation. F is equal to a constant k into x. So ഈ വാല്യൂ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. So work done by external agency is equal to, ക്ലിയർ ആയിട്ട് എഴുതണേ. So integral xi xf, instead of f you write kx, then dx, then work is equal to, പറയൂ, k taken out, integral xi to xf x dx. Then work done by external agency is equal to, say, work done by external agency is equal to, answer പറയൂ, ഇതിൻ്റെ ആൻസർ പറ, x raised to k x square by 2, then xi to xf. ഇത് ഒറ്റയടിക്ക് ഇനി ബാക്കി എല്ലാ സ്റ്റെപ്പും നിങ്ങൾക്ക് എഴുതാം. So work done is equal to, പറയൂ, k by 2 into xf square minus xi square. ഒറ്റയടിക്ക് ആൻസർ എഴുതിയാലും നിങ്ങളെ തട്ടിക്കളയൊന്നുമില്ല. So work done by external agency is this one. Am I right? So what will be the work done by spring then? Work done by spring is equal to minus k by 2 into, say, xf square minus xi square. No problem. It is very clear. K and 2 are constants. So from this equation, it is very clear work depends on initial position and final position only. Therefore, spring force is conservative. ഇവിടെ വെച്ച് തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതാം. Otherwise, you say like this. See, I am applying a force like this. Spring is exerting an equal force in the opposite direction. Due to the effect of that force, the spring will return back to the original position. Am I right? So initial position and final position are same. So body returning back to the same position means body is moving in a closed path. See, so initial position and final position are same in this case. See, work done by spring then becomes, see, answer, this and this same. So work done will be 0. So your body is moving in a closed path. Work done by for that process is 0. Then see, work done by the force will be conservative. So I'm sorry. So here who is doing the work? Spring is doing the work. That force is conservative. അപ്പോൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയുമ്പോൾ ക്ലിയർ ആവണം. അപ്പോൾ സ്റ്റെപ്പുകൾ പുതിയതായിട്ട് നിങ്ങൾ പഠിക്കേണ്ട, നമ്മൾ പഠിച്ച പഴയത് വെച്ചിട്ട് എഴുതിയിട്ട് ഈ ലാസ്റ്റ് സ്റ്റെപ്പിൽ കൊണ്ടുവന്നിട്ട് തിരിച്ചാൽ മതി. അതായിരിക്കും നിങ്ങൾക്ക് എഴുതാൻ സൗകര്യം. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം. സോ ലിസൺ പ്രോപ്പർലി. കഥകളൊന്നും ഇനി വരയ്ക്കും ഒന്നുമില്ല. സോ കൺസിഡർ എ സ്പ്രിംഗ് ഹൂസ് വൺ എൻഡ് ഈസ് അറ്റാച്ച്ഡ് ടു എ vertical wall, the other end is attached to a body. So the entire system is resting on a smooth horizontal table. So a force F is applied to the body, then spring undergoes an extension X. Then see, the spring exerts an equal force in the opposite direction. See, applied force and spring force, applied force and spring force are equal and opposite. No problem. Then what is the next one? See, if I apply more force, more extension can be produced. So F proportional to X, F is equal to Kx, no problem. Then work done by the external agency can be calculated as integral xi to xf f dx, no problem. So work done by external agency is equal to integral xi to xf. What is the answer of f? It is kx, then dx. So work done by external agency is equal to k taken out, integral xi to xf x dx, no problem. So work done by the external agency is equal to, say, k as such, balance
x square divided by 2. So x square by 2 in square bracket xi to xf. Then what is the next? Work done by external agency is equal to k by 2. Then x square alone xi to xf. No problem. So work done by the external agency is equal to k by 2. Then xf square minus xi square. No problem. Then what is the next one? Work done by spring. Work done by spring will be then minus k by 2 into x square minus xi square. No problem. Work done by spring depends on initial position and final position. Initial position and final position only. So definitely spring force is conservative. In other terms, see, due to the effect of spring force, the spring returns back to initial position. Spring is moving in a closed path. So it is very clear. Spring is returning back to the initial position. So spring is moving in a closed path. See, so initial position and final position are same. So work done by the spring is equal to what? So it is equal to 0 you get. Am I right? So your spring is moving in a closed path. Work done by for that process is 0. Then keep in mind the force is conservative. Spring force is conservative. അപ്പോൾ നമ്മളിപ്പോൾ രണ്ട് കൺസർവേറ്റീവ് ഫോഴ്സിന് എക്സാമ്പിൾ പഠിച്ചു. അതൊക്കെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്, സ്പ്രിംഗ് ഫോഴ്സ് ഈസ് കൺസർവേറ്റീവ്. നമ്മളിപ്പോൾ പഠിച്ചതല്ലേ? അടിപൊളി സാധനം അല്ലേ? ഇനി നമുക്ക് അടുത്തതിലേക്ക് കൂടെ